കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗുണ്ടകൾ ഉള്ളത് എവിടാണെന്ന് ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഇതുകൊണ്ടാണ് ഇവന്മാരെ നാലാമത്തെ മതം എന്ന് വിളിക്കുന്നത്. അതായത് കമ്മ്യൂണിസം നമ്മുടെ കേരളത്തിലെ നാലാമത്തെ മതമാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസം പൊതുവെ നാലാമത്തെ ഒരു മതമാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. മതത്തിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും ഈ പാർട്ടിക്കുണ്ട്. മതത്തിന് വരെ ഒരു പാർട്ടിയുണ്ട്, അതിനൊരു പുസ്തകമുണ്ട്, അത് എഴുതിയ ആളുണ്ട്, പിന്നെ പൊക്കിക്കൊണ്ട് നടക്കാൻ പറയുന്ന ബിംബാരാധന നടത്തുന്ന പോലത്തെ കുറെ വ്യക്തികളുമുണ്ട്. വിശ്വാസികളായിട്ട് ഇതുപോലെ കുറെ അന്തം കമ്മികളും ഉണ്ട്. മതത്തിന്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ ഈ പാർട്ടിയുടെ കാര്യം. ഈ പാർട്ടിയിലെ മുന്തിയ നേതാക്കളെ ആരെയും നമുക്ക് ഇതുപോലെ ഈ തല്ലിപ്പൊട്ടിക്കലിന്റെ ഇടയ്ക്കൊന്നും കാണാൻ കഴിയത്തില്ല. ഇതെല്ലാം അണികളെ ഇറക്കിയുള്ള കളികൾ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം അവരുടെ കോട്ടകൊത്തളങ്ങളിൽ നല്ല സുഖമായിട്ടിരിക്കുകയും ചെയ്യും. പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്കെതിരെയാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. കേസ് പൊതുവെ CMRL എക്സാലോജിക് കേസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രധാന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ്, അതായത് CMRL എന്ന കമ്പനി വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസിന് ഏകദേശം 1.72 കോടി നൽകി. എന്നാൽ ആ പണത്തിന് തക്ക രീതിയിലുള്ള സേവനം നൽകിയിട്ടില്ലെന്നാണ് അന്വേഷണ ഏജൻസികളുടെ ആരോപണം. ഇതിനെ ഇല്ലീഗൽ പേയ്മെന്റ്, മന്ത്ലി പേ ഓഫ്, ബോഗസ് എക്സ്പെൻസ് എന്നീ രീതികളിൽ EDയും മറ്റ് ഏജൻസികളും പരിശോധിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന പ്രധാന അന്വേഷണങ്ങൾ എന്തൊക്കെയാണ്? ED, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, പണം വെളുപ്പിക്കൽ, മണി ലോണ്ടറിംഗ് അഥവാ PMLA കേസായി അന്വേഷിക്കുന്നു. 2 SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, സാമ്പത്തിക തട്ടിപ്പ്, കമ്പനി നിയമലംഘനം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നു. 3 ഇൻകം ടാക്സ് ഫൈൻഡിങ്സ്, ചില രേഖകളിൽ എക്സാലോജിക്കിന് നൽകിയ പണം ലെജിറ്റിമേറ്റ് ബിസിനസ് എക്സ്പെൻസ് അല്ലെന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇതൊക്കെ ഈ അന്തം കമ്മികളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാം കാരണഭൂതന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനം.